ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനവുമായി നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം തന്ന വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മളായിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാലാണല്ലോ ഓരോ ദിവസവും ദൈവത്തിന്റെ വചനം വായിക്കുവാനും പഠിക്കുവാനും വചനമൊക്കെ കേൾപ്പാനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അവസരങ്ങളെ തരുന്നല്ലോ. അതിനായി സ്തോത്രം ചെയ്യാം. നമുക്ക് ഗലാത്യ ലേഖനത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം. നമ്മൾ 6 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായം പറയുന്നത് ക്രിസ്തുവേശുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ തുടങ്ങുന്നത് തന്നെ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, അതുകൊണ്ട് അടിമനിർത്തൽ പിന്നെയും കുടുങ്ങി പോകരുത് എന്ന് പറയുന്നു. 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം എല്ലാ തരത്തിലുമുള്ള അടിമ നുകത്തിന്റെ കീഴിൽ നിന്നും ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്ന് നാം പഠിച്ചു. അതുകൊണ്ട് അതിൽ വീണ്ടും കുടുങ്ങിപ്പോകരുത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ആ സ്വാതന്ത്ര്യം മനസ്സിലാക്കുകയും അതിൽ നിലനിൽക്കുകയും വേണം. അടിമനുഖത്തിൽ ഒരിക്കലും കുടുങ്ങിപ്പോകുവാനായിട്ട് ഇടയായി തീരരുത്. ഗലാത്യ ക്രിസ്ത്യാനികൾ വീണ്ടും അടിമനുഖത്തിലേക്ക് പോകുന്ന അവസ്ഥയിലായി തീർന്നു. അവര് ഒരു ആ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിൽ ആയിട്ട് പിന്നെ വേറൊരു അടിമനുഖത്തിലേക്ക് അവർ പോകുവാനായിട്ട് ഇടയായി തീർന്നു. ക്രിസ്തുവിന്റെ ആ നുഖം മൃദുവാണ്, ലഘുവാണ്, അതുപോലെ തന്നെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നിത്യജീവനം നൽകുന്ന നുഖമാണ്. നമ്മൾ 13 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത് ആ സ്വാതന്ത്ര്യത്തിൽ എങ്ങനെ നിലനിൽക്കാൻ കഴിയും എന്ന് പറയുകയാണ്. ആ സ്വാതന്ത്ര്യത്തിൽ നാം നിലനിൽക്കണമെങ്കിൽ നമ്മെ കൊണ്ട് സ്വയമായി ചെയ്യുന്ന കാര്യമല്ല. അതിനു വേണ്ടിയിട്ട് നമ്മുടെ സഹായത്തിനായിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്ന് ദൈവം നമ്മെ ആ വഴികളിലൂടെ നടത്തുമാറാക്കുന്നു എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. നമ്മൾ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ കണ്ടത് സ്വാതന്ത്ര്യം ക്രിസ്തുവിലൂടെ പ്രാപിച്ചവരാണ്. പിന്നെ ആ ഗലാത്യ ക്രിസ്ത്യാനികൾ ന്യായപ്രമാണത്തിന്റെ ചില കൽപ്പനകൾ അനുസരിക്കാനായിട്ട് അവരെ യഹൂദ മതാനുസാരികൾ പ്രേരിപ്പിക്കുകയും അവരങ്ങനെ കുറച്ചുപേർ ചെയ്തതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം അവിടെ പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, പരിച്ഛേദനയോ അല്ലെങ്കിൽ ബാഹ്യമായി ചെയ്യുന്ന മറ്റ് ഏതൊരു കാര്യങ്ങളോ നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നില്ല. അത് ഒരു ബാഹ്യമായ കാര്യങ്ങളും നമ്മളുടെ പ്രവൃത്തികളൊന്നും നമ്മെ ദൈവത്തോട് അടുപ്പിക്കാനായിട്ട് കഴിയുന്നതല്ല. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, കൃപയിൽ നിന്ന് വീണുപോയി എന്ന് നാം പഠിച്ചു. അവിടെ ആവശ്യമായിരിക്കുന്ന സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമാണ് അവിടെ ആധാരമായിരിക്കുന്നത് എന്ന് നാം പഠിച്ചു. ഇനി നമുക്ക് 7-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 7-ാമത്തെ വാക്യം, നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു. പലപ്പോഴും പലരും വായിക്കുമ്പം ഉള്ള ഒരു പ്രശ്നമുണ്ട് അവിടെ. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, അത് ആ ഒരു പാർട്ടാണ്. പിന്നെ സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു. അപ്പം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ, നിങ്ങൾ ആദ്യത്തെ പാട്ടിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾ നന്നായി ഓടിയിരുന്നു. അപ്പം അവരുടെ ആദ്യകാല ജീവിതത്തിലേക്ക് പൗലോസ് അപ്പോസ്തലൻ അവരെ ഒന്ന് എത്തി നോക്കിക്കാൻ ഇടയാക്കിയാണ് ചെയ്യുന്നത്. അവരെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ തുടക്കം നല്ലതായിരുന്നു. അവരെ വിജാതീയരിൽ നിന്നും അല്ലെങ്കിൽ ജാതികളിൽ നിന്നും ദൈവത്തിങ്കിലേക്ക് വന്നു വിഗ്രഹങ്ങളെയൊക്കെ വിട്ട് ദൈവത്തെ ആരാധിപ്പാൻ ഇടയായി തീർന്നവരാണ്. നമ്മൾ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ആത്മാവ് കൊണ്ട് ആരംഭിച്ചവരാണ് അല്ലെ. ആത്മാവ് കൊണ്ട് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര ബുദ്ധി കെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. അപ്പൊ ആത്മാവിൽ തുടങ്ങിയവരാണ്, ആത്മാവിനാൽ രക്ഷയിലേക്ക് വന്നവരാണ്, ആത്മാവിന്റെ പ്രവൃത്തികൾ അവരിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നവരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവര് വേറൊരു അടിമത്വത്തിലേക്ക് പോകുവാനായിട്ട് അവരെ വിട്ട്, തന്നെ വിളിച്ചവനെ വിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് പോയതാണ് നമ്മളിവിടെ വായിക്കുന്നല്ലേ. വിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ നിങ്ങൾ നന്നായി ഓടിയിരുന്നു. ഇവിടെ നമുക്കറിയാം, പലപ്പോഴും ദൈവവചനത്തിലെ വിശ്വാസ ജീവിതത്തെ ഒരു ഓട്ടക്കളത്തിനോട് ഉപമിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ യുദ്ധക്കളത്തിനോട് ഉപമിച്ചിട്ട് അങ്ങനെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഓട്ടക്കളത്തിനോട് കൂടെയാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ ഓട്ടത്തെ കുറിച്ചായിരുന്നു പറയുന്നത്. നമുക്ക് പല ഭാഗങ്ങളിലും കാണാം. 1-2 വാക്യം വായിച്ചിട്ട് മുമ്പോട്ട് പോകാം. റോമാലേഖനം 9:6 ഇങ്ങനെ പറയുന്നുണ്ട്. റോമാലേഖനം 9:6,
9:16. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നതെന്ന് പറയുന്നുണ്ട്. നമ്മൾ 1 കൊരിന്ത്യർ 9:24 ഞാൻ മിക്കവാറും പറയുന്ന വാക്യമാണ്. 1 കൊരിന്ത്യർ 9:24 ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വീഴ്തു പ്രാപിക്കുന്നുള്ളൂ. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എബ്രായ ലേഖനത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാതൃക നമുക്ക് പറയുന്നുണ്ടല്ലേ. ആ ഓട്ടമോടി തികച്ചവരാണ്. ആ മാതൃക നമ്മൾ മുമ്പോട്ട് പോവുക. എബ്രായ ലേഖനം 12:1-2 എല്ലാവർക്കും അറിയാവുന്നതാണ്. ആന്ന് വായിക്കാം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം അല്ലേ. ആ 11-ാം അധ്യായത്തിലെ വലിയൊരു സാക്ഷികളെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഇവിടെ എബ്രായ ക്രിസ്ത്യാനികള് വളരെ കഷ്ടം സഹിച്ചു അല്ലെ. അവരായിരുന്ന യഹൂദ അവരുടെ മതത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ അവർക്ക് അനേകം പീഡനങ്ങൾ ഉണ്ടായി. റോമ ഗവൺമെന്റിൽ നിന്ന് പീഡനമുണ്ടായി, യഹൂദന്മാരിൽ നിന്ന് അങ്ങനെ അവർ പിന്മാറിപ്പോകുന്ന അവസ്ഥയിലായപ്പോഴ് അവരോട് പറയുകയാണ്, വിശ്വാസത്തിന്റെ നായകനെ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പേ നിങ്ങളുടെ പഴയ നിയമത്തിലെ നിങ്ങളുടെ ആ പിതാക്കന്മാരെ ഒന്ന് നോക്കുക. അവരെ ഓട്ടം ഓടിയവരാണ്. ആ ക്രിസ്തുവിനെ നോക്കി മുമ്പോട്ട് ഓടുക, പിന്മാറിപ്പോകരുത്. പക്ഷെ ഇവിടെ ഓട്ടം നന്നായി ആരംഭിച്ചവരാണല്ലേ. പക്ഷെ അവര് ഓട്ടം തെറ്റുവാനായിട്ട് ഇടയായി തീർന്ന പൗലോസ്, എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യാണല്ലോ. പൗലോസ് തന്റെ അവസാന ലേഖനമായ 2 തിമോഥെയോസിലെ 4-ാം അധ്യായത്തില് 7-ാം വാക്യത്തിൽ 7-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു അല്ലെ. ആ നല്ല പോർ പൊരുന്നവരായിരിക്കണം. അതിനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ ഓട്ടം തെറ്റിച്ചവർ അനേക ചരിത്രങ്ങൾ നമുക്ക് കാണുവാനായിട്ട്. നല്ല ഓട്ടം ഓടി തുടങ്ങിയവര് ഇടയ്ക്ക് വെച്ച് ഓട്ടം നിർത്തിയത് കൊണ്ട് അവരാ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയാതെ വന്നു അല്ലെ. നമ്മള് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തെയാണ് നമ്മൾ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാത്തവരെ കുറിച്ച് കാണുന്നതല്ലേ. ദൈവം അവരെ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് വിളിച്ചിരിക്കുകയായിരുന്നു. അവരെ ആർപ്പോടും പാട്ടോടും നൃത്തത്തോടും ഒക്കെ കൂടെ ആരംഭിച്ചതാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും അവരെ ഓട്ടം തെറ്റിക്കാനായിട്ട് ഇടയായി തീർന്നിരിക്കുകയാണ്. നമുക്ക് എബ്രായ ലേഖനം 4-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് വായിച്ച് മുമ്പോട്ട് പോകാം. എബ്രായ ലേഖനം 4-ാം അധ്യായം 1-2. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ, വാഗ്ദത്തമുണ്ടവർക്ക്, നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സ്വതർത്വാനം കേട്ടവർ ആകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായികയാൽ കേട്ട വചനം നമുക്ക് ഉപകാരമായി വന്നില്ല. നമ്മളിപ്പോ കേട്ടതുപോലെ കൃപയുടെ വാതില് അടഞ്ഞു പോകാനായിട്ട് പോയിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മള് ആ നോഹയുടെ കാലത്തും നോഹ എത്ര കാലം പ്രസംഗിച്ചത് അല്ലേ. 100 വർഷത്തിലധികം നോഹ പ്രസംഗിച്ചു. ആ പെട്ടകം ഉണ്ടാക്കാനായിട്ട് തന്നെ നോഹയുടെ കാര്യമല്ലേ, നോഹ 100 വർഷത്തിലധികം എടുത്തു. ആ സമയം മുഴുവൻ അത് കണ്ടവര് മുതൽ മുഴുവൻ ഇത് കാണുന്നതാണ്. ആരെങ്കിലും വന്ന് നോഹയോട് ചോദിച്ചു കഴിഞ്ഞാൽ നോഹ പറഞ്ഞ പെട്ടകം പണിയുകയാണ്. നോഹ വിശ്വാസ പ്രസംഗി അല്ലേ പറയുന്നത്, നീതി പ്രസംഗിയാ നോഹ എന്നാ പറയുന്നത്. അപ്പം പ്രസംഗിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എന്നിട്ടും ഇത്ര സമയം ദൈവം സമയം കൊടുത്തിട്ട് പെട്ടകത്തിൽ കയറാത്തവരായിരുന്നു അല്ലെ. നമ്മൾ പത്രോസിന്റെ ലേഖനം പറഞ്ഞു, നോഹയുടെ കാലത്ത് ദീർഘക്ഷമയോടെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. ഇപ്പോഴും കർത്താവിന്റെ ആ ദീർഘക്ഷമ ഉള്ളത് കൊണ്ടാണ് പലരും ഇപ്പോഴും രക്ഷിക്കപ്പെടാൻ വേണ്ടി ദൈവം കാത്തിരിക്കുന്നത് കൊണ്ടാണ് ആ കൃപയുടെ വാതിൽ ഇതുവരെയും അടയാത്തത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിപ്പാൻ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിപ്പാൻ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായിരിക്കുന്നു. നമ്മൾ കേട്ടത് നാം ഒഴുകിപ്പോകാതിരിക്കാൻ വേണ്ടി
പലപ്പോഴും എപ്പോ വേണമെങ്കിലും ഒഴുകി പോകാനുള്ള സാധ്യതകൾ നമ്മുടെ മുൻപിൽ ഏറെയുണ്ട്. അതുകൊണ്ട് കേട്ടതെങ്കിൽ ശ്രദ്ധയോടെ നാം കരുതിക്കൊള്ളുക ആവശ്യമാണ്. നമ്മൾക്കെല്ലാം വിശ്വാസം ഉണ്ടല്ലേ, പക്ഷെ പ്രവൃത്തിപഥത്തിൽ വരുമ്പം വിശ്വാസം പലപ്പോഴും കാണത്തില്ല അല്ലേ. ആ ഒരു വിശ്വാസം ഉണ്ടെന്ന് നമ്മൾ പറയും, വചനം പറയും ഒക്കെ ചെയ്യും, പക്ഷെ നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തിയിൽ വരുമ്പോൾ ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കേട്ടത് ശ്രദ്ധയോടെ അനുസരിച്ചാൽ മാത്രമേ ആ വിശ്വാസത്തിൽ നിലനിൽക്കാനായിട്ട് ഒക്കെയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ദേമാസിനെ പോലെയും ഒക്കെ തെറ്റിപ്പോകാനായിട്ട് ഇടയായി തീരും. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളുടെ കാര്യം പറഞ്ഞു, പുതിയ നിയമത്തിൽ നമ്മൾ കണ്ടു നല്ല ഓട്ടം ഓടിയതായിരുന്നു. ദേമാസിനെ കുറിച്ചൊക്കെ പറയുന്നത് ഫിലമോനൊക്കെ എഴുതുമ്പം ആ പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്നതായിരുന്നു. പൗലോസ് ദേമാസ് നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നത് 2 ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ അങ്ങനെ ഉണ്ട് ആളാണ് പൗലോസിന്റെ സ്വന്തം സഹചാരിയായി ഈ കഷ്ടങ്ങളിലെല്ലാം കൂട്ടാളിയായിരുന്നു ദേമാസ് ആണ് ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ട് പോയെന്ന് പറയുന്നത്. അപ്പം നമ്മളും അതിൽ വലിയ മെച്ചമായ ആൾക്കാരൊന്നുമല്ല, നമ്മൾ അതിലും ബലഹീനരാണ്. നമുക്കും പോകാനുള്ള സാധ്യതകൾ ഏറെ ഉണ്ട്. അപ്പം ഇവിടെ ഗലാത്യ ക്രിസ്ത്യാനികൾ നല്ല തുടക്കമായിരുന്നു, പക്ഷെ അവര് കേട്ട സുവിശേഷം വിശ്വസിച്ചു, അത് കൈക്കൊണ്ടു, അനുസരിച്ചു, അതിനുവേണ്ടി അവർ നിലനിന്നു. അങ്ങനെയുള്ള ഒരു തുടക്കമായിരുന്നു. അവരോട് പറഞ്ഞ സത്യം അനുസരിച്ചിരുന്നു അവര് അല്ലെ. അപ്പം സത്യം അത് കഴിഞ്ഞിട്ട് സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആർ തടുത്തു എന്നാ ചോദിക്കുന്നത്. അപ്പൊ സത്യം അനുസരിച്ചവരായിരുന്നു, പക്ഷെ ആ സത്യത്തിൽ നിന്ന് മാറിപ്പോയി. സത്യം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സുവിശേഷത്തിന്റെ സത്യമായ ആ പാത പിന്തുടരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടത് അനുസരിക്കുക. നമ്മളിപ്പം വായിച്ചു തന്നെയല്ലേ, കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക ആവശ്യമായിരിക്കുന്നു. അപ്പം വല്ലപ്പോഴും ഒഴുകിപ്പോകുക, ഇവിടെ സംഭവിച്ചതാ, വല്ലപ്പോഴും ഒഴുകിപ്പോയി അവർ ഒഴുകിപ്പോകാതെ ഇപ്പം കേട്ടത് അധികം ശ്രദ്ധയോടെ കൈക്കൊള്ളുക ആവശ്യമായിരിക്കുന്നു. സത്യം അനുസരിക്കുക. നമുക്കൊരു വാക്യത്തിലേക്ക് പോകാം. 1 പത്രോസ് 1:22. 1 പത്രോസ് 1:22. എന്നാൽ സത്യം അനുസരിക്കാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായി സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ. അപ്പൊ സത്യം അനുസരിക്കുന്നവരിൽ പ്രവൃത്തിയും ഉണ്ടാകും. ഇത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ സത്യം അനുസരിക്കുക, കേട്ടത് അധികം ശ്രദ്ധയോടെ കൈക്കൊള്ളുക, അത് അനുസരിക്കുക എന്നാണ് സത്യം അനുസരിക്കുക എന്ന് വെച്ചാൽ. റോമാലേഖനം 6-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നല്ലേ, ഹൃദയപൂർവ്വം സത്യം അനുസരിക്കുക എന്ന് പറയുന്നുണ്ട്. റോമാലേഖനം 6-ാം അധ്യായം 17-18 വാക്യം. ഹൃദയപൂർവ്വം സത്യം അനുസരിക്കുക. വായിക്കാം. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചു, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു, നീതിക്ക് ദാസന്മാർ. ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞാൽ കേട്ടത് അതുപോലെ അനുസരിക്കുക അല്ലെ. പലപ്പോഴും പല വചനങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് അത് ശരിയാണോന്ന് ഒരു സംശയം നമ്മൾ ഉളവാകാനായിട്ട് അല്ല. വചനം സത്യമാണ്, അത് ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതിയതാണ്. അതുകൊണ്ട് ആ വചനം കേൾക്കുന്നത് അതുപോലെ അനുസരിക്കുക എന്നതാണ് ദൈവം നമ്മളെ കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഹൃദയപൂർവ്വം സത്യം അനുസരിക്കുക. പലരും അനുസരിക്കാതെ ഇരിക്കുന്നതിന് കാരണം എന്താ? അനുസരിച്ചാൽ കഷ്ടതയുണ്ട്. അത് ദൈവവചനം പറയുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, തീമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, നീ എന്നോടുകൂടെ കഷ്ടം സഹിക്കുക എന്ന് വെച്ചാൽ അനുസരിക്കുന്നതിൽ കഷ്ടതയുണ്ട്, വില കൊടുക്കുക എന്ന് അർത്ഥം. എന്നാൽ മാത്രമേ നമ്മുടെ ഓട്ടം പൂർത്തിയാക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ ഓട്ടക്കളത്തിൽ ഓടുന്നവർ ചിട്ടയായി ഓടി അത് ഓടിയാൽ മാത്രമേ അവർക്ക് ആ ചിട്ടയായ പരിശീലനമൊക്കെ വേണം. അവിടെ പറയുന്നില്ലേ 1 Corinthians 9-ാം അധ്യായത്തില്, അംഗം പൊരുന്നവ എല്ലാത്തിലും വചനം ആചരിക്കുന്നു, എന്നാൽ മാത്രമേ അവർക്ക് ആ ശരിയായ ഓട്ടം ഓടി പൂർത്തിയാക്കാനായിട്ട് അല്ലെങ്കിൽ ബിരുദം പ്രാപിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതുപോലെ നാമും അങ്ങനെയായിരിക്കണം. പൗലോസ് പറയണം, ഞാൻ ഓട്ടം ഓടി തീർത്താണ്. 2 തീമോഥെയോസ് 1-ാം അധ്യായം അവസാനത്തെ ലേഖനം, പൗലോസ് അപ്പോസ്തലന്റെ 2 തീമോഥെയോസ് 1:8, ഞാൻ ഓടി തീർത്തതാണ്, നീയും അതുപോലെ ഓടി തീർക്കുക, എന്റെ മാതൃക പിന്തുടരുക എന്ന് പറയുന്നുണ്ട്. വായിക്കാം. 2 തീമോഥെയോസ് 1:8-9 വാക്യങ്ങൾ, 9-10 വാക്യങ്ങൾ. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ
സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം. കഷ്ടം സഹിക്കാൻ വിളിച്ച ആരും വരത്തില്ല അല്ലെ? പൗലോസ് പറയുക എന്നോട് കൂടെ കഷ്ടം സഹിക്കാം. അത് കരഗൃഹത്തിലിരുന്നാണ് ഈ ലേഖനം എഴുതുന്നത്. അവൻ 9-ാമത്തെ വാക്യം, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്ത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനും മുമ്പേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നു. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണ്ണത്തിനും കൃപയ്ക്കും മാത്രം. നമ്മുടെ പ്രവൃത്തികളാൽ അല്ല ദൈവം നമ്മെ വീണ്ടെടുത്തത്, ആ കർത്താവിന്റെ കൃപയാലാ വീണ്ടെടുത്തത്. അതുകൊണ്ട് നാം കേട്ട സത്യത്തിൽ ഉറച്ചു നിൽക്കുക. സത്യം അനുസരിക്കുന്നവർക്ക് കഷ്ടത ഉണ്ടാകും. പൗലോസ് പറയാ, നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. കാരണം നമുക്ക് ഓട്ടക്കളത്തിൽ ഓടുന്നവരെ കുറിച്ച് അറിയാം. ആ ഓട്ടക്കളത്തിൽ ഓടുന്നവർ ബിരുദം പ്രാപിക്കണമെങ്കിൽ എന്തൊക്കെ വർജനം ആചരിച്ചാൽ മാത്രമേ അവർക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുള്ളൂ. ഒരു ഒളിമ്പിക്സിലും അങ്ങനെയുള്ള വലിയ എല്ലാ ഗെയിംസിലും ഒക്കെ അവർക്ക് ആ ഒരു മുൻപിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ചേ ഒക്കത്തുള്ളൂ. അവർ ഈ വാടുന്ന കിരീടം പ്രാപിക്കാൻ വേണ്ടി അവർ ഓടുമ്പോൾ, വാടാത്ത കിരീടം പ്രാപിക്കേണ്ട നമ്മൾ എത്ര അധികം ഓടണമെന്ന് എപ്പോഴും ആ ചിന്ത ഉണ്ടായിരുന്നാൽ കൃപയുടെ വാതിൽ അടയുന്നതിന് മുമ്പേ നമുക്ക് അകത്ത് പ്രവേശിക്കാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് മുമ്പോട്ട് പോകാം. ഇവിടെ അവരോട് ചോദിക്കുന്നു, അപ്പൊ ഓട്ടക്കളത്തിൽ വിജയിക്കണമെങ്കിൽ ഒരു ചിട്ടയായ പരിശീലനവും അതുപോലെ സകലത്തിലും വർജനം ആചരിച്ചാൽ മാത്രമേ ഒക്കെയുള്ളൂ. അതുപോലെ നമ്മുടെ ജീവിതവും വിശ്വാസ ജീവിതവും ഒരു ഓട്ടക്കളമാണ്, മുമ്പോട്ട് പോവുക. അപ്പം ഇവിടെ പറയുന്നുണ്ട്, നിങ്ങളെ സത്യം അനുസരിക്കാതിരിപ്പാൻ ആർ നിങ്ങളെ തടുത്തു കളഞ്ഞു. അപ്പം സത്യം അനുസരിച്ചവരാണ് ഇപ്പോൾ സത്യത്തിൽ നിന്ന് വെട്ടുമാറി പോയിരിക്കുകയാണ്. അപ്പം അത് ആരെ കുറിച്ചാണ് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. ന്യായപ്രമാണവാദികൾ അല്ലെങ്കിൽ ജുഡൈസേഴ്സ്, യഹൂദ മതാനുസാരികൾ അവരെ തടുത്തു. അവരെ വേറൊരു അടിമത്വത്തിലേക്ക് അവരെ വലിച്ചു നീട്ടി. അവരെ രക്ഷയ്ക്ക് രക്ഷയ്ക്ക് ക്രിസ്തുവിന്റെ ക്രൂശ് മാത്രം പോരാ, വിശ്വാസം മാത്രം പോരാ, പരിച്ഛേദനയും കൂടെ വേണം. ന്യായപ്രമാണത്തിൽ ചില സംഗതികളൂടെ അനുസരിക്കണമെന്ന് അവരെ പറഞ്ഞു പഠിപ്പിച്ചു. അതിലേക്ക് വീണ്ടും പോകുവാനായിട്ട് ഇടയായി തീർന്നു. വിളിച്ചവനെ വിട്ട് നിങ്ങൾ വേറൊരു സുവിശേഷത്തിലേക്ക് പോകുവാൻ ഇടയായി തീർന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ ഈ ലോകത്തിലും ഇങ്ങനെയാണ്, ഇപ്പോഴും ഇങ്ങനെയാണ് നടത്തുന്നത്. ഈ ലോകവും അതിന്റെ വ്യവസ്ഥകളും സത്യം അനുസരിക്കാതെ വണ്ണം വാടി വിളിക്കുകയാണ്. അവരുടെ വശീകരണ വലയത്തിലേക്ക് വാടി വിളിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ പറയുന്നു, ഈ ലോകത്ത് ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ സത്യം വെളിപ്പെടാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞു എന്ന് വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിശ്വാസികളെ കുരുടാക്കുന്നു. വിശ്വാസികളെ അവരുടെ പാതയിൽ, ആ വിശ്വാസത്തിന്റെ പാതയിലേക്ക് മുമ്പോട്ട് പോകാതിരിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും തടുത്ത്, വിശ്വാസത്തിൽ മുന്നേറാതിരിക്കാൻ ആവശ്യമായ കാരണങ്ങളെ കൊണ്ട് നമ്മളെ തടുത്തു കളയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സമയം കവരുന്നു, നമ്മുടെ മനസ്സ് കവരുന്നു, വേറെ എന്തിലേക്ക് നമ്മളെ വശീകരിക്കുന്ന അവസ്ഥയിലേക്ക് ആയിത്തീരുന്ന ഒരവസ്ഥയിലാണ് ആയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതുപോലെ, പണ്ട് നാം ജീവിച്ച അവസ്ഥയല്ല ഇന്ന് നമ്മളുള്ളത്. പാപപങ്കിലമായ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് എപ്പോഴും തെറ്റിപ്പോകാനുള്ള ചാൻസ്. തെറ്റിപ്പോകുന്ന പറഞ്ഞാൽ വേറെ കുറ്റം ചെയ്യുന്നല്ല, നമ്മളെ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യങ്ങള്. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ എത്ര സമയം ഇരിക്കും, ആ സമയം നമ്മളിൽ നിന്ന് കവർന്നു കളയുക, അതേ ഉള്ളൂ. വേറൊന്നും നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ക്രിസ്തുവിന്റെ സന്നിധിയിൽ നമുക്കിരിപ്പാൻ, ദൈവത്തോട് ചേർന്നിരിപ്പാൻ നമ്മൾ ചെലവാക്കുന്ന സമയം വേറെ മറ്റെന്തെങ്കിലേക്ക് നാം ചെലവാക്കുകയാണെങ്കിൽ നാം നമ്മെ വിളിച്ചവനെ വിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതൊരു വേറൊരു സുവിശേഷമാണ്. ഗലാത്യയിലെ ആൾക്കാർ അവര് ആ പ്രവൃത്തികളും കൂടെ ചെയ്യാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോ അതിനൊന്നും പോകത്തില്ലായിരിക്കാം. പക്ഷേ നമ്മളുടെ സമയവും നമ്മളുടെ മനസ്സും നമ്മളുടെ എനർജിയും ഒക്കെ കളയുന്ന വേറെ കാര്യങ്ങളിലേക്ക് ഈ ലോകത്തിന്റെ ദൈവം നമ്മളെ വിളിച്ചു കൊണ്ടുപോകും. നമ്മള് മീഡിയ നമ്മളെ
എത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ചിലപ്പം കുക്കിംഗ് ചാനലായിരിക്കും കാണുന്നത്. എത്ര സമയം നമ്മൾ, എന്നെ കൂടെ ഉൾപ്പെടുത്തിയാ ഞാൻ പറയുന്നത്, അത് നമ്മൾ എത്ര സമയം അതിനുവേണ്ടി കളയുന്നുണ്ടായിരിക്കാം. അതെല്ലാം നമുക്ക് വചനം കേൾപ്പാനും വചനം പഠിക്കാനുമുള്ള സമയമല്ലേ. അത് നമ്മൾ കവർന്ന് കളയുമ്പോൾ നാം ഈ ലോകത്തിന്റെ വലയത്തിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ ആകർഷണ വലയത്തിലായിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതിലേക്ക് തെന്നിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരുന്നുണ്ട്. അപ്പം നമ്മുടെ സമയമൊക്കെ കളഞ്ഞു. അതുകൊണ്ട് ദുഷ്ടൻ എപ്പോഴും കള വിതറിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നാം സൂക്ഷിക്കുക. കേട്ടത് വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കൈക്കൊള്ളുവാൻ ആവശ്യമായിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഗലാത്യ വിശ്വാസികൾ ഇതെന്താ ചെയ്ത് അവര് നന്നായി ഓടിയിരുന്നു. ഇപ്പോൾ സത്യം അനുസരിക്കാതെ വണ്ണം ചിലർ അവരെ തടുത്തു. അതുകൊണ്ട് അവര് വേറൊരു മുഖത്തിന്റെ കീഴിലേക്ക് ആയി പോകുവാനായിട്ട് ഇടയായിത്തീരുന്നു. പൗലോസ് ഇവിടെ പറയാണ്, അവരുടെ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളായിരിക്കാം അവരതിലേക്ക് മാറിപ്പോ. അവര് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ വിളിച്ചത് ഇടയ്ക്ക് വെച്ച് ഓട്ടം തെറ്റിക്കാനല്ല, വിശ്വാസ നായകനും പൂർത്തിപ്പെടുത്തുന്ന കർത്താവിനെ നോക്കി മുമ്പോട്ട് ഓടുവാനായിട്ടാണ്. അതുകൊണ്ട് നാം, പൗലോസ് തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു, അവൻ എൻ്റെ ഉപനതി അന്ത്യം വരെയും സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കും. നമ്മുടെയും വിശ്വാസവും നമ്മുടെയും ദൃഢനിശ്ചയവും അത് തന്നെ ആയിരിക്കണം. വിളിച്ചവനെ വിട്ട് വേറെ സുവിശേഷത്തിലേക്ക് പോകരുത്. നമ്മെ വിളിച്ച വിളിക്ക് ഒത്തവണ്ണം, വിശുദ്ധനൊത്തവണ്ണം നല്ല മക്കളായി ജീവിക്കാനാണ് ദൈവം നമ്മെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ മാതൃകയൊക്കെ നമുക്ക് ഈ ഉദാഹരണങ്ങളൊക്കെ ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നാമും ചിന്തിക്കണം, നമുക്കും ഓട്ടം തെറ്റാം, അതും പോകാതെ നാം നേരെയുള്ള ട്രാക്കിലൂടെ മുമ്പോട്ട് ഓടുക. കഷ്ടം സഹിച്ചാലും കുഴപ്പമില്ല, കാരണം നാം ഇപ്പോൾ കഷ്ടം സഹിക്കുന്ന ഒരു നിത്യരാജ്യത്തിന്റെ അവകാശത്തിലേക്ക് എത്തിച്ചേരാനായിട്ടാണ്. അതുകൊണ്ട് വിളിച്ചനെ വിട്ടുപോകാതെ വിളിക്കൊത്തവണ്ണം നല്ല മക്കളായി ജീവിക്കാനായിട്ട് ദൈവം നമ്മെ ഇടയാക്കി തീർക്കട്ടെ. പൗലോസ് പറഞ്ഞ പോലെ, ഞാൻ ആരെ എന്ന് പറയുന്നത്, അവൻ എൻ്റെ ഉപനതി, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനതി അന്ത്യം വരെയും സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്ക് 8ാമത്തെ വാക്യത്തിലേക്ക് പോവാം. 8ാമത്തെ വാക്യം, ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല. കാരണം അവരോട് പറഞ്ഞു, നിങ്ങൾ വിളിച്ചവനെ വിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് പോയിരിക്കുന്നു. നിങ്ങളെ വിളിച്ചവൻ ആരാ? ദൈവമാണ്. അത് ദൈവത്തിന്റെ പ്രവൃത്തിയല്ല. ന്യായവാദം പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല ദൈവം എന്ന് പറയുന്ന ന്യായവാദികൾ അവരെ വേറെ കാര്യങ്ങളിലേക്കൊക്കെ, അടിമനുഖത്തിലേക്കൊക്കെ വിളിച്ചുകൊണ്ട് പോയി. അപ്പം അവരോട് പറയുകയാണ്, നിങ്ങളെ വിളിച്ചവൻ നിങ്ങളെ ഓട്ടക്കണത്തിൽ നേരെ ഓടാനായിട്ടാണ് നിങ്ങളെ പരിശീലിപ്പിക്കുന്നത്, അല്ലാതെ നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല സത്യം അനുസരിക്കാതെ വണ്ണം നിങ്ങളെ തടുക്കുന്നത് എന്ന് പറയുന്നു. നമുക്ക് അടുത്ത വാക്യം പോകാം. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു, അല്ലെ? നമ്മുടെ തിരുവഴുത്തിൽ നമ്മൾ പലപ്പോഴും ഈ പുളിമാവിനെ കുറിച്ച് പറയുന്ന നമ്മൾ വായിച്ചിട്ടുണ്ട്. പുളിമാവ് എന്ന് തിരുവഴുത്തിൽ പറയുന്നത് ദുഷ്ടതയുടെ പ്രതീകമാണ്. ചിലവര് പറയുന്നുണ്ട് പുളിച്ച മാവെന്ന് പറയുന്നത് സുവിശേഷം കുറച്ചിടുന്നിടത്ത് കുറെ പിന്നെന്താ പറഞ്ഞ, പുളിച്ച മാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുമെന്ന് പറഞ്ഞ പോലെ സുവിശേഷം പടരുവാൻ ഇടയായി. അതല്ല അത് സത്യമായ അതിന്റെ ശരിയായ അർത്ഥം, പുളിച്ച മാവ് എന്ന് പറയുന്നത് തിരുവഴുത്തിൽ പറയുന്നത് ദുഷ്ടതയുടെ പ്രതീകമാണ് എന്ന് നമുക്ക് കാണുവാൻ. ഇവിടെ എന്തുവാ, ഇവിടെ പുളിച്ച മാവ് എന്ന് പറയുന്നത് ദുരുപദേശത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഈസ്റ്റിന്റെ സ്വഭാവ ഗുണമെന്ന് പറയുന്നത് അതുമായി ബന്ധത്തിൽ വരുന്ന ഏതിനെയും, ഏതൊരു ചെറിയ പൊടി മാവിനെ പോലെയാണെങ്കിലും മുഴുവൻ പുളിപ്പിക്കുന്ന സ്വഭാവമാണ്. ഇവിടെ പറയുന്ന ഒരു ചെറിയ ഉപദേശം അല്ലെ ചെറിയ ഒരു ദുരുപദേശം മതി ഒരു സംഘടനയോ ഒരു സഭയെയോ നിർമൂലമാക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. അപ്പൊ എത്ര ഒരു ചെറിയ ഉപദേശമാണെങ്കിലും അത് വലിയൊരു സംഘടനയോ സഭയെയോ തെറ്റിച്ചു കളയാനായിട്ട് ഇടയായത്. ഈസ്റ്റിന്റെ സ്വഭാവം, പുളിമാവിന്റെ സ്വഭാവം, അസാരം പുളിമാവ്, ഈസ്റ്റ് ഇച്ചര മതിയല്ലേ, അതൊരു വലിയ പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നത് പോലെ ചെറിയൊരു ദുരുപദേശം മറ്റ് ഒരു വലിയ ഒരു ജാതി അല്ലെങ്കിൽ വലിയൊരു സമൂഹത്തെ നശിപ്പിച്ച് കളയാനായിട്ട് ഇടയായിത്തീരുന്നു. നമുക്കറിയാം 2ാം അധ്യായത്തിൽ പീറ്ററിന്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. അവിടെ ജുഡായിസേഴ്സ് വന്നപ്പോഴ് യഹൂദന്മാര് അവരോട് കൂടെ പോയി
ഭർണബാസും അവരുടെ വലയത്തിലായെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. കാരണം ആ ഒരു ചെറിയ ഒരു കാര്യം മതി മറ്റുള്ള ഉപദേശത്തിലേക്ക് പോയിട്ട് ആ ഒരു വലിയൊരു അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകാനായിട്ട് ഇടയായതിന്. ഇപ്പൊ നമുക്കറിയാം കുറെ ന്യൂജൻ ചർച്ചസ് ഒക്കെ ഉണ്ട്. അതെല്ലാം ദുരുപദേശം എന്താ പറഞ്ഞ പരപ്പിക്കുന്നവരാണ്. അനേകർ അവരുടെ വലയിൽ വീഴാനായിട്ട് ഇടയായി തീരുക. അവര് കീശ വീർപ്പിക്കുക എന്നാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. നമുക്ക് തിരുവചനത്തിലെ പുളിച്ച മാവിനെ കുറിച്ച് പറയുന്ന 1-2 വാക്യങ്ങൾ കൂടെ വായിച്ചിട്ട് മുമ്പോട്ട് പോകാം. മത്തായി സുവിശേഷത്തിലെ കർത്താവ് പറയുന്നുണ്ട്, പരീശന്മാരുടെ പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവീനെന്ന് പറയുന്നുണ്ട്. മത്തായി 16-ന്റെ 6ഉം 12ഉം വാക്യങ്ങൾ വായിക്കാം. 6ഉം 12ഉം വാക്യങ്ങൾ. മത്തായി 16, 6ഉം 12ഉം. എന്നാൽ യേശു അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞു. 12ാം വാക്യം അതിന്റെ അർത്ഥം പറയുന്നു, അങ്ങനെ അപ്പത്തിന്റെ പുളിച്ചമാവല്ല, പരീശന്മാരുടെയും സദൂക്യരുടെയും ഉപദേശം അത്രയെ സൂക്ഷിച്ചു കൊള്ളുവാൻ. അപ്പൊ ആ ദുരുപദേശത്തെ സൂക്ഷിച്ചു കൊള്ളുവാനാണ് പറയുന്നത്. അതുപോലെ 1 കൊരിന്ത്യർ ലേഖനത്തിലും എങ്ങനെ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 5-ന്റെ 6ഉം 7ഉം വായിക്കാം. 1 കൊരിന്ത്യർ 5-ന്റെ 6ഉം 7ഉം. നിങ്ങളുടെ പ്രശംസ നന്നല്ല, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിനെ പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ എന്ന് പറയുന്നു. പഴയ പുളിമാവ് ദുഷ്ടത എന്ന അവിടെ പുളിമാവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അടുത്തുള്ള വാക്യങ്ങളിൽ പറയുന്നത്, നിങ്ങൾ ദുഷ്ടതയും തിന്മയുമായ പുളിമാവ് കൊണ്ടല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക എന്ന് പറയുന്നുണ്ട്. നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ എന്ന് പറയുന്നുണ്ട്. കാരണം ക്രിസ്തുവിന്റെ സത്യത്തിലൂടെയാണ് നമ്മൾ വേർതിരിക്കപ്പെട്ടത്. അപ്പോൾ നമ്മൾ സിന്മയുടെയും ദുഷ്ടതയുടെയും അല്ല, ആ പുളിമാവ് കൊണ്ടല്ല, സ്വച്ഛതയും സമാധാനവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ നമ്മൾ ഉത്സവം ആചരിക്കാനായിട്ട് പറയുന്നുണ്ട്. കാരണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ സ്നേഹവും സ്വച്ഛതയും സത്യവും ഒക്കെ ഉള്ളവരായിരിക്കും. സത്യത്തിന്റെ പ്രവൃത്തിയാണ് നാം ചെയ്യേണ്ടത്. നമുക്കറിയാം, സത്യത്തിന് കൂട്ടു നിൽക്കുന്നവരെക്കാൾ തിന്മയ്ക്ക് കൂട്ടു നിൽക്കുന്നവരാണ് അധികം. കാലം കഴിയുന്തോറും ദുഷ്ടത കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഇവരെ സൂക്ഷിച്ച് ആവശ്യമാണ്. പൗലോസ് തന്റെ അവസാന ലേഖനമായ തീമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നത് നമുക്കൊന്ന് വായിച്ചിട്ട്, തീമോഥെയോസിന്റെ ലേഖനം എഴുതുവാൻ പറയുകയാണ്, നീ നിന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക, ഞാൻ തന്നെ സൂക്ഷിച്ചിരിക്കുക എന്ന് പറയുന്നു. അത് വായിച്ചിട്ട് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 2 തീമോഥെയോസ് 4-ാം അധ്യായം. എന്തുകൊണ്ടോ തീമോഥെയോസിലെ കുറെ വാക്യങ്ങളാണ് ഇന്ന് ഞാൻ വായിക്കുന്നത്. 2 തീമോഥെയോസ് 4-ാം അധ്യായം. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തു യേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യം ചൊല്ലി സത്യം ചെയ്തു പറയുന്നു. കാരണം പൗലോസ് സത്യം ചെയ്ത് പറയുന്ന കാര്യങ്ങൾ കുറെ ചുരുക്കമല്ലേ. ഇവിടെ സത്യം ചെയ്ത് പറയുക ആരെയൊക്കെയാ? ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തു യേശുവിനെയും സാക്ഷി വെച്ച് പറയുന്ന വചനം പ്രസംഗിക്കാം. സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കാം. സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പത്യോപദേശം പൊറുക്കാതെ, കള്ള ഉപദേഷ്ടാക്കന്മാർ കണ്ണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്ക, കഷ്ടം സഹിക്ക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്ക. ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ലപോലെ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്ന് പറയുന്നുണ്ട്. അപ്പം വിശ്വാസം കാക്കണമെങ്കിൽ കഷ്ടം സഹിക്കണം, സത്യത്തിന്റെ വേല ചെയ്യണം, തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ഇടയ്ക്ക് വെച്ച് പതറിപ്പോയാൽ നമ്മളുടെ ആ നല്ലപോലെ പൊരുതുവാനോ ഓട്ടം തികയ്ക്കുവാനോ വിശ്വാസം കാക്കുവാനോ കഴിയുകയില്ല. അതുകൊണ്ട് പുളിപ്പില്ലാത്തവരായിരിക്കണം. നാം എപ്പോഴും നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ 10ാമത്തെ വാക്യത്തിലേക്ക് പോകാം. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. കാരണം ചെറിയൊരു ദുരുപദേശം മതി മൊത്തം ആൾക്കാരെയും തെറ്റിപ്പിക്കാനായിട്ട്. 10ാമത്തെ വാക്യം, 5-10. നിങ്ങൾക്ക് ഭിന്ന അഭിപ്രായം ഉണ്ടാകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി. ഭിന്നാഭിപ്രായം എന്തതിനാ? ഈ സത്യത്തിന് കൂട്ടു നിൽക്കുന്നവർ അസത്യത്തിന് അവരെ സത്യത്തിൽ നിന്ന് വേർപിടിച്ചത് പിന്നെ ആ സത്യത്തിൽ നിന്ന് അവരെ വേർതിരിച്ച വിളിച്ചവന്റെ പ്രവൃത്തിയല്ല, അവരെ കലക്കുന്ന ജുഡൈസേഴ്സ് ആണ്. അതിന് നിങ്ങൾക്ക് ഭിന്ന അഭിപ്രായം ഉണ്ടാകില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും. അപ്പൊ
നാലാം വാക്യത്തിൽ നമ്മൾ കണ്ടു, അവരോട് പറഞ്ഞു നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി, ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയി എന്ന് പറയുന്നുണ്ട്. അപ്പം പൗലോസ് അപ്പോസ്തലൻ ഇവർക്ക് ലേഖനം എഴുതുവാനായിട്ട് കാരണം എന്താ? അവർക്ക് എഴുതാനായിട്ട് കാരണം അവരെ എങ്ങനെയെങ്കിലും ദൈവത്തിങ്കലേക്ക് തിരിച്ചു കൊണ്ടുവരിക, മാനസാന്തരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടാണ് എഴുതുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ അവർക്കറിയാം അവരെ കലക്കിയതാണ്, എങ്കിലും അവര് അവരുടെ വശീകരണ വാക്കുകളിൽ വിശ്വസിച്ച് വശീകരിക്കപ്പെട്ട് അതിലോട്ട് അവരങ്ങോട്ട് ആയിത്തീരുകയാണ് ചെയ്തത്. ഇംഗ്ലീഷിൽ പറയുന്ന ഐ ഹാവ് കോൺഫിഡൻസ് ഇൻ യു. അപ്പൊ വെറുതെ ഒരു കോൺഫിഡൻസ് അല്ല, എനിക്കുള്ള കോൺഫിഡൻസ് അല്ല, കർത്താവിലാ, അല്ലെ? ഇവിടെ പറയുന്നില്ലേ ഭിന്നാഭിപ്രായം ഉണ്ടാകുകയില്ല എന്ന് കർത്താവിൽ ഉറച്ചിരിക്കും. പൗലോസിന് കർത്താവിലുള്ള കോൺഫിഡൻസ് ആണ്, എല്ലാ പ്രത്യാശയും കർത്താവിൽ ആണ്. കാരണം ഈ ലേഖനമൊക്കെ എഴുതുന്നത് വെറുതെ തനിക്ക് തോന്നി എഴുതുന്ന ഒരു കാര്യമല്ല. ദൈവാത്മാവിനാൽ പേനയെടുത്ത് താൻ ഈ വചനങ്ങളൊക്കെ എഴുതുമ്പോൾ തനിക്ക് തീർച്ചയായും അറിയാം അവര് തിരിച്ച് മടങ്ങി വരും എന്നുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് എഴുതുന്നത്, അല്ലെ? അതെല്ലാം തന്റെ ലേഖനങ്ങളിലെല്ലാം കാണുവാനായിട്ട് എനിക്ക് കർത്താവായ യേശു ക്രിസ്തു ദൈവ സംബന്ധമായ പ്രശംസയുണ്ട്, എനിക്ക് നിങ്ങളുടെ പ്രശംസയാണെന്നൊക്കെ അവിടെ കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്. പൗലോസ് തന്നെയല്ല, എല്ലാവരും അങ്ങനെ തന്നെയാ പറയുന്നത്. അവര് ദൈവത്തിന്റെ ആത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് തൂലിക എഴുതുമ്പോൾ അവർക്ക് തീർച്ചയായും അറിയാം ഇവരെല്ലാവരും മാനസാന്തരത്തിലേക്ക് വരുമെന്ന്. നമുക്കറിയാം, കൊരിന്ത്യർ ലേഖനത്തിൽ കണ്ടതാണ്, അവര് തിരിച്ചു മാനസാന്തരത്തിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം എന്താ? അവര് വിശ്വസിക്കാം. നമുക്കറിയാം യെശയ്യാവിന്റെ പ്രവചനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ വചനം അത് അതിന്റെ പ്രവൃത്തി ചെയ്തതിന് ശേഷമേ തിരിച്ചു വരികയുള്ളൂ എന്ന് പറയുന്നുണ്ട്, അല്ലെ? നമ്മള് യൂദായുടെ ലേഖനം അവസാനത്തെ വാക്യത്തിൽ എങ്ങനെയാ കാണുന്നത്? വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ചു തന്റെ മഹിമാസന്ധ്യയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ള ദൈവം. കാരണം അവരൊക്കെ പേനയെടുത്ത് എഴുതുമ്പോൾ അവർക്കറിയാം നമ്മെ ആരെ നിർത്തുന്ന നാം അല്ല എന്ന്. അവര് വചനം എഴുതുമ്പോൾ അവർക്കറിയാം അവര് ദൈവാത്മാവിനാൽ നിയോഗിക്കട്ടെ എഴുതുമ്പോൾ ദൈവം, അവര് വിശ്വസിക്കുന്ന ഒരു ദൈവം, ആ ദൈവം ഇവരെ എല്ലാം തിരിച്ചു ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ ശക്തനായ ദൈവമാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്ക് അറിയാം, 2 കൊരിന്ത്യർ ലേഖനത്തിലെ ഒന്ന് രണ്ട് വാക്യം വായിച്ച് നമുക്ക് പോകാം. കാരണം പൗലോസ് അവർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ഞാൻ ലേഖനത്തെ നിങ്ങൾ ദുഃഖിപ്പിക്കുമെന്ന് അറിയാം, പക്ഷെ ദൈവഹിത പ്രകാരം ദുഃഖം രക്ഷയ്ക്കായി മാനസാന്തരത്തിനുള്ള അനുതാപത്തോടും അനുതാപമില്ലാത്ത രക്ഷ മാനസാന്തരത്തിനായി ഉളവാക്കുന്നു എന്ന് പറയുന്നുണ്ട്. വായിക്കാം. അപ്പം ലേഖനം പൗലോസ് എഴുതിയപ്പോ അവർക്ക് ദുഃഖമായി തീർന്നു, പക്ഷെ പിന്നത്തേതിൽ പൗലോസ് സന്തോഷിച്ചെന്നാ പറയുന്നത്. ആദ്യം താൻ അനുദമിച്ചെങ്കിലും അവര് കുറെ നേരത്തെ ദുഃഖിച്ചത് കണ്ടുകൊണ്ട് പിന്നെ താൻ സന്തോഷിച്ചു. എന്തുകൊണ്ട്? അവർക്ക് മാനസാന്തരം വന്നതുകൊണ്ട്. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിലാണ് അത് കാണുന്നത്. 2 കൊരിന്ത്യർ 7-ാം അധ്യായം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 7:8 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുതപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറെ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുമ്പേ അനുതപിച്ചു എങ്കിൽ ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. ഇതുകൊണ്ടാ, നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ തന്നെ. നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതെ വണ്ണം ദൈവഹിത പ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തര രക്ഷയ്ക്കായി ഉളവാക്കുന്നു, ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. എന്നിട്ട് 11-ാമത്തെ വാക്യം, ആ ലെറ്റർ അവരിൽ എന്തൊക്കെ എന്താ പറയുന്നത് അനുഭവം ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. ദൈവഹിത പ്രകാരം നിങ്ങൾക്കുണ്ടായ ദുഃഖം എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം, എത്ര നീരസം, എത്ര ഭയം, എത്ര വാഞ്ച, എത്ര എരിവ്, എത്ര പ്രതികാരം നിങ്ങൾ ജനിപ്പിച്ചു. ഇക്കാര്യത്തിൽ നിങ്ങൾ നിർമ്മലന്മാർ എന്ന് എല്ലാ വിധത്തിലും കാണിച്ചിരിക്കുന്നു. അപ്പൊ ആ ഒരു ദൈവഹിത പ്രകാരം വചനം എഴുതുമ്പോൾ, ഇവിടെ അവർക്ക് ദുഃഖം ഉണ്ടായെന്ന് പറഞ്ഞു, ദൈവഹിത പ്രകാരം തൂലിക എടുത്തവർ എഴുതുമ്പോൾ അവർക്കെല്ലാം അറിയാം ദൈവം, തങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവം അവരെ എപ്പോഴും തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ഇതുണ്ട്. നമ്മൾ അല്ലെങ്കിൽ ആരോടെങ്കിലും സുവിശേഷം പറയുമ്പോഴോ ആരെയെങ്കിലും സമാധാനിപ്പിക്കുമ്പോഴോ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ? എന്തുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്? നമ്മളുടെ വാക്കുകളല്ല അവിടെ പ്രവർത്തിക്കുന്നത്, നാം വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മള് ആർക്കെങ്കിലും
വേണ്ടി മാനസാന്തരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മളല്ല നടത്തുന്നത്, ദൈവമാണ് അതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാൻ. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, നിങ്ങളെ സത്യതനുസരിച്ച് ആരായാലും നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവധി ചുമക്കുമെന്ന് അതിന്റെ സെക്കൻഡ് പാർട്ട്. നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവധി ചുമക്കും. അപ്പൊ ആ ദുരുപദേശക്കാർക്കും അവർക്കും ഒരു ശിക്ഷാവധി ഉണ്ട് എന്ന് പൗലോസ് പറയുകയാണ് ചെയ്തത്. നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരിക. എനിക്കറിയാം, ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു, നിങ്ങൾ തിരിച്ചു വരും. പക്ഷെ നിങ്ങളെ കലക്കുന്നവർ ആരായാലും ശിക്ഷാവധി ഏൽക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ദുരുപദേശക്കാരുടെ അവസാനം എന്തോ ആയിരിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അപ്പോസ്തലന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. 1-2 വാക്യങ്ങൾ നമുക്ക് വായിച്ചു മുമ്പോട്ട് പോകാം. മത്തായി സുവിശേഷം 18-ാം അധ്യായം 6-7 വാക്യങ്ങൾ. മത്തായി സുവിശേഷം 18-ന്റെ 6-7. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തിന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിൽ ആഴത്തിൽ താഴ്ത്തി കളയുന്നത് അവന് നന്ന്. ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം. ഇടർച്ച വരുത്തുന്നത് ആശം തന്നെ, എങ്കിൽ ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടമെന്ന് പറയുന്നുണ്ട്. ഇടർച്ച വരുത്തുന്നവരുടെ അവസാനം നാശം തന്നെ ആയിരിക്കും. ഒരു സമയത്തേക്ക് അവരുടെ കീശ വീർപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരെയൊക്കെ ദുരുപദേശത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുമെങ്കിലും ഈ ലോകത്തിൽ കിട്ടുന്ന സന്തോഷം മാത്രമേ ഉള്ളൂ. വലിയൊരു നാശം അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്ന് നമുക്കറിയാം. പത്രോസ് അപ്പോസ്തലനും പറയുന്നുണ്ട്. നമുക്ക് വായിക്കാം. 2 പത്രോസ് 2-ന്റെ 1-2 വാക്യങ്ങൾ. 1-2. 2 പത്രോസ് 2-ന്റെ 1-2. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിനിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ചു തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. 3-ാമത്തെ വാക്യം പറയുന്നു, അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. അവരുടെ നാശം ഉറങ്ങിയില്ല. അവർക്ക് നാശം തന്നെയാണ് അവരുടെ അവസാനം എന്ന് പറയുന്നു. 9-10 വാക്യങ്ങള്. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതികെട്ടവരെ വിശേഷ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവർ തന്നെ ന്യായവിധിയിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ. അപ്പൊ അവരെ ന്യായവിധിയിലെ ദണ്ഡനത്തിനായി കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അവർ സന്തോഷമാണെങ്കിലും പിന്നെയും അവർക്ക് നാശം തന്നെയാണ് വരുന്നത്. ദൈവം തന്റെ മക്കളെ എപ്പോഴും സൂക്ഷിക്കുന്ന ദൈവമാണ്, അല്ലെ? നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ, ദൈവഹിതത്തിനനുസരിച്ച്, ദൈവത്തിന്റെ വചനം അനുസരിച്ച്, ദൈവാത്മന്റെ ആത്മാവിനെ കീഴടങ്ങി ജീവിക്കുകയാണെങ്കിൽ നമ്മെ ഒന്നിനും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് വിട്ടുമാറുവാനായിട്ട് കഴിയില്ല. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞ നമുക്കറിയാം, ഒന്നിനും നമ്മെ ദൂതനോ ജീവനോ മരണത്തിനോ വാഴ്ചകൾക്കോ ദൂതന്മാർക്കോ അധികാരങ്ങളോ മറ്റു യാതൊരൊന്നിനും ക്രിസ്തുവിന്റെ ആ സ്നേഹത്തിൽ നമ്മെ വേർതിരിപ്പാനായിട്ട് കഴിയുകയില്ല എന്ന് പറയുന്നു. നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 8-ന്റെ 31 മുതലുള്ള വാക്യങ്ങൾ. റോമൻസ് 8-ന്റെ 31 മുതലുള്ള വാക്യങ്ങൾ. കാരണം നമ്മെ ദൈവം എങ്ങനെയാ തെരഞ്ഞെടുത്തത്? വെറുതെ അല്ലല്ലോ, നമ്മെ വെറുതെ വിളിച്ചല്ലോ, സ്വന്തം പുത്രന്റെ രക്തത്താലാണ് നമ്മെ വീണ്ടെടുത്തത്. അങ്ങനെ സ്വന്തം പുത്രനെ നമുക്ക് ദാനമായി തന്നവൻ നമുക്ക് വേണ്ടി എല്ലാം ചെയ്യും എന്ന് ഇവിടെ പറയുന്നുണ്ട്. വായിക്കാം. 8-ന്റെ 31. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം വിധിക്കും? 20. നീതീകരിക്കും ദൈവം, ശിക്ഷ വിധിക്കുന്നവനാർ? ക്രിസ്തുവേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നവർ ഉപദ്രവമോ കഷ്ടതയോ സങ്കടമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവെങ്കിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേറിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. കാരണം അവിടെ പൗലോസ് പറയുവാനായിട്ട് കാരണം
ഏത് പ്രതികൂല സാഹചര്യങ്ങളും അല്ലെ ഏത് സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങളും നമ്മെ ക്രിസ്തുവിൽ നിന്ന് വേർപെടുത്താനായിട്ട് കഴിയുകയില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല. പൗലോസപ്പോസിന്റെ ജീവിതം അതായിരുന്നല്ലോ. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ജീവിതമായിരുന്നു പൗലോസിന് എപ്പോഴും ഉണ്ടായിരുന്ന. സന്തോഷവും സമാധാനവും എപ്പോഴും അനുഭവിച്ചിരുന്നു. തന്റെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും താൻ സന്തോഷവും സമാധാനവും അനുഭവിച്ചാണ്. ചങ്ങലകളാൽ കെട്ടപ്പെട്ട് കിടക്കുമ്പോഴും എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞ പൗലോസ് അപ്പോസ്തലൻ താൻ എത്രത്തോളം കഷ്ടതകളും പ്രയാസങ്ങളും കൂടെ കടന്നു പോയിട്ടും ഒരിക്കലും ക്രിസ്തുവിനെ വേർവിട്ട് പോകാതെ ക്രിസ്തുവിന്റെ സത്യത്തിൽ തന്നെ നിൽക്കാനായിട്ടിടെ. അതുകൊണ്ടാണ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു. ഒരു പോർക്കളത്തിലായിരുന്നു, ഓട്ടം തികച്ചു ഓട്ടക്കളത്തിലായിരുന്നു അല്ലെ. വിശ്വാസം കാത്തു. വിശ്വാസം പോകാനുള്ള എത്രയോ സാഹചര്യങ്ങൾ, അതിൽ ഒന്നെങ്കിലും നമ്മൾ സഹിച്ചായിരുന്നു എപ്പോഴേ നമ്മൾ വിശ്വാസം പോയനല്ലേ. അങ്ങനെ വിശ്വാസം തെറ്റിപ്പോകാനുള്ള എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും പൗലോസ് അപ്പോസ്തലൻ അതിൽ നിന്നും വേർപെടാതെ പോയിരുന്നു. കാരണം നമുക്കറിയാം 2 കൊരിന്ത്യർ ലേഖനത്തിലെ പൗലോസ് അപ്പോസ്തലൻ തന്റെ കഷ്ടതകളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പല പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ടു, യഹൂദന്മാരാൽ ഒന്ന് കുറെ 40 അടി. എത്ര പ്രാവശ്യം കൊണ്ട്? 5 പ്രാവശ്യം കൊണ്ടു. 3 പ്രാവശ്യം കല്ലേറ് കൊണ്ട്, 3 പ്രാവശ്യം കോലിനാൽ അടി കൊണ്ട്, 1 പ്രാവശ്യം കല്ലേറ് കൊണ്ട്. പിന്നെ പറയുന്നുണ്ട് പല തവണ പ്രാണഭയത്തിലായി. പിന്നെ പറയുന്നുണ്ട് ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാളുള്ള ആപത്ത്, സ്വജനത്താളുള്ള ആപത്ത്, ജാതികളുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കള്ള സഹോദരന്മാരാപത്ത്, ഇതെല്ലാം ആപത്തുകളിലൂടെ എന്നിട്ട് പറയുന്നു ഒരു ദിവസം രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഇങ്ങനെയൊക്കെ എത്ര പ്രാവശ്യം കപ്പൽ ചേർത്ത്? 3 പ്രാവശ്യം കപ്പൽ ചേർത്തിൽ അകപ്പെട്ടു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു. എന്നിട്ട് പിന്നെ താഴെ കുറെ പറയുന്നു, അധ്വാനം, ഉറക്കളപ്പ്, പല പ്രാവശ്യം പട്ടിണി, ശീതം, നഗ്നത, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ അസാധാരണ സംഭവങ്ങൾ സംഭവിച്ചു കൂടാതെ എന്നും പറയുന്നുണ്ട്. അപ്പൊ അത്രയൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടും വിശ്വാസത്തിൽ പതറാതെ നിന്ന കാരണം നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് മുമ്പോട്ട് പോയത് കൊണ്ടാണ്. സഹനത്തിലൂടെയാണ് അല്ലെ. കഷ്ടം സഹിച്ച് ദൈവ ശുശ്രൂഷകന്റെ വേല അല്ലെ ദൈവ പൈതലിന്റെ വേല തികയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് നിസ്സാരമായി തള്ളിക്കളയാനുള്ള ജീവിതമല്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മാറിക്കളഞ്ഞു പോകാനുള്ളതല്ല. മുമ്പോട്ട് പോയാൽ മാത്രമേ സഹിഷ്ണുതയും പ്രത്യാശയും ഉളവാക്കുന്നതെന്ന് പറഞ്ഞ് നാം കഷ്ടങ്ങളിലും സന്തോഷിക്കുന്നെന്നാ പറയുന്നത് അല്ലെ, പ്രത്യാശിക്കുന്ന പറയുന്നത്. അപ്പം കഷ്ടങ്ങളുടെ ജീവിതമാണ്. ആ കഷ്ടങ്ങളെയൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകണം. ഏത് വിപരീത സാഹചര്യങ്ങളും നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റുവാൻ കഴിയരുത്. ഒരിക്കലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വിട്ടുപോകാതെ മുമ്പോട്ട് പോയാൽ മാത്രമേ കൃപയുടെ വാതിൽ അടയുന്നതിന് മുമ്പ് നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് ഒക്കെയുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറയുന്ന അതേ വാക്യം തന്നെ നമുക്ക് എന്നും നമ്മളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വിട്ട് കളയുവാനായിട്ട് നമ്മെ ഇടയാക്കരുത്. യഹൂദന്മാരെ കുറിച്ച് പൗലോസ് പറയുന്ന നമുക്ക് റോമാലേഖനം 9-ാം അധ്യായത്തിൽ വായിക്കാൻ കഴിയും. നമുക്ക് 9-30 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ നാം എന്തു പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു. വിശ്വാസമുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലും ആ പ്രമാണത്തിൽ എത്തിയില്ല. എന്തുകൊണ്ട്? വിശ്വാസമല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചതുകൊണ്ട് അവർ ഇടർച്ചക്കല്ലിൽ തട്ടി ഇടറി. ഇതാ ഞാൻ സിയോനിൽ ഒരു ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും വെക്കുന്നു, അവനിൽ വിശ്വസിക്കാൻ ലജ്ജിച്ചു പോകില്ല എന്ന് എഴുതി. കാരണം അവനിൽ വിശ്വസിച്ച് ഒരിക്കലും ലജ്ജിച്ചു പോകാനായിട്ട് ഇടയായി തീരത്തില്ല. കാരണം വിശ്വാസത്താലാണ് ദൈവം നമ്മെ വീണ്ടെടുത്തത്. നാം പ്രവൃത്തിയാൽ രക്ഷിക്കപ്പെട്ടവരല്ല. അതുകൊണ്ട് ആ വിശ്വാസം തന്നെ നിലനിന്നുകൊണ്ട് ദൈവം നമ്മെ അന്ത്യം വരെയും കാത്തു സൂക്ഷിപ്പാൻ മതിയായ ദൈവമാണ്. നമ്മൾ യൂദയുടെ ലേഖനത്തിൽ പറയുന്ന പോലെ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ കളങ്കമില്ലാത്തവരെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവം. കാരണം നമ്മുടെ ശക്തി ഒന്നും കൊണ്ട് അങ്ങനെ എത്തത്തില്ല. ദൈവത്തിന്റെ കൃപയാലും ദൈവത്തിന്റെ ശക്തിയാലും മാത്രമേ നമുക്ക് അങ്ങ് എത്താനായിട്ട് കഴിയുകയുള്ളൂ. കാരണം നാം ഈ ലോകത്ത് നിന്ന് ദൈവം നമ്മെ വിളിച്ചത് ദൈവത്തിന്റെ ആ സന്തോഷവും സമാധാനവും നമ്മൾ കാണുന്നത് നമുക്ക് ഈ ലോകത്ത് കുറെ നാളും ജീവിച്ചു പോകാനല്ല, ആ നിത്യജീവന്റെ അവകാശത്തിലേക്ക് നമുക്ക് നിത്യജീവനുണ്ട്. നാം ആ ഒരു അവസാനം ആ തേജസ്കരണത്തിലേക്ക് പോയി കർത്താവിന്റെ അടുക്കൽ എപ്പോഴും ഇരിക്കാനാ. കാരണം നമ്മുടെ ആ വിളി എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആ വിളിയെ അലക്ഷ്യമാക്കാൻ നമുക്ക് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം.
11 വാക്യം. ഞാനോ സഹോദരന്മാരെ, ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്ന് വരികിൽ ഇനി ഉപദ്രവം സഹിക്കുന്നത് എന്ത്? അങ്ങനെയെങ്കിൽ ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോകുമല്ലോ എന്ന് പറയുന്നുണ്ട്. കാരണം പൗലോസ് പറയുകയാണ്, ഇവര് എന്തോ ചെയ്തത്, ഗലാത്യയിലെ ക്രിസ്ത്യാനികൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളിലൂടെ പോയി അവിടെ വന്ന യഹൂദ മതാനുസാരികൾ അവരെ പരിച്ഛേദന പ്രസംഗിക്കുകയാണ് ചെയ്തത്. പൗലോസ് പറയും, തനിക്ക് പരിച്ഛേദന പ്രസംഗിക്കാനായിട്ട് മറ്റുള്ളവരെക്കാളും സ്വാതന്ത്ര്യമുണ്ട്. കാരണം താന് പരിച്ഛേദന ഏറ്റതാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് അനീതി ഇല്ലാത്തവൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പൗലോസ് പറയാണ്, ഞാൻ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നുവെങ്കിൽ ഞാൻ കഷ്ടം സഹിക്കേണ്ടതില്ല. കാരണം ഈ ന്യായപ്രമാണ സിദ്ധാന്തമൊക്കെ ഇടർച്ചയെ നീക്കിക്കളയുന്ന ക്രിസ്തുവിന്റെ ക്രൂശ് എപ്പോഴും ഇടർച്ചയാണ്. ക്രൂശ് പ്രസംഗിക്കുന്നവർക്ക് മാത്രമേ ഉപദ്രവമുള്ളൂ. പൗലോസ് പറയാണ്, ഇപ്പോഴും ഞാൻ ഉപദ്രവം സഹിക്കുന്നു എങ്കിൽ ഞാൻ സത്യം സംസാരിക്കുന്നു എന്നാണ്. ഞാൻ സത്യവചനം സംസാരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും എനിക്ക് ഉപദ്രവം ഏൽക്കുന്നത്. അതുകൊണ്ട് ഉപദ്രവം ഏൽക്കുന്നവരും പ്രശ്നം കൂടുന്നവരും ഒക്കെ ഓർത്തോളം നാം സത്യത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ടാണ്. വീഴാതെ വണ്ണം സൂക്ഷിപ്പാൻ ദൈവം നമ്മോട് കൂടെയുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ക്രൂശ് എല്ലാവർക്കും ഇടർച്ചയായി തീരുന്നത്? കാരണം ക്രൂശ് പറയുന്നു, ക്രൂശിൽ മാത്രം വിശ്വസിച്ചാൽ മതി, പ്രവൃത്തി കൊണ്ട് ആവശ്യമില്ല എന്ന. കാരണം അവരുടെ പ്രവൃത്തികളൊക്കെ അവിടെ വെറുതെയാണെന്ന് പറയുന്നത് കൊണ്ട് ആർക്കും ആ വിശ്വാസം മാത്രം എന്ന് പറയാനായിട്ട് ഇടയായി. ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ, അവർക്ക് പ്രയാസമാണ്. പ്രവൃത്തികൾ നാം നീതീകരിക്കുന്ന വിശ്വാസം മാത്രം എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ക്രൂശ് എപ്പോഴും മനുഷ്യരുടെ ഇടർച്ചയാണ്. ക്രൂശിന്റെ പുറകെ പോകുന്നവർക്ക് എപ്പോഴും ദണ്ഡനങ്ങളും പീഡനങ്ങളും മാത്രമേ ഉള്ളൂ. കാരണം ഒരു താൻ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുകയാണെങ്കിൽ ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോയി, ആ ക്രൂശിന്റെ യഥാർത്ഥമായ അർത്ഥം മാറിപ്പോയി എന്ന് പറയുന്ന. ക്രൂശിന്റെ യഥാർത്ഥ അർത്ഥം എന്ത്? മരണമാണ്. കാരണം ക്രൂശ് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞാൽ തന്റെ മരണം എടുത്തുകൊണ്ട് പോവുകയാണ് എന്ന് അർത്ഥം. തനിക്കെതിരെ ഇപ്പോഴും ഉപദ്രവം നേരിടുന്നത് താൻ ഇപ്പോഴും സത്യത്തിൽ നിൽക്കുന്നത് കൊണ്ട്, സത്യവചനം പ്രസംഗിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. കാരണം കൂടെ ഇരുന്ന് ദുരുപദേശം പ്രസംഗിച്ചിരുന്നു എങ്കിൽ പൗലോസിന് ഈ ഉപദ്രവം ഒന്നും ഏൽക്കേണ്ട കാര്യമില്ല. ഇപ്പോഴും അവരുടെ ദുരുപദേഷ്ടാക്കരിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള യഹൂദന്മാരിൽ നിന്നൊക്കെ പൗലോസ് ഇപ്പോഴും പീഡനം അനുഭവിക്കുന്നതിന്റെ കാരണം എന്താ? താൻ ഇപ്പോഴും സത്യവചനം യഥാർത്ഥമായി സംസാരിക്കുന്നത് കൊണ്ട് ആണ്. ഓക്കെ, നമുക്ക് കർത്താവായ യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ പറയുന്നുണ്ട്, എന്റെ പിന്നാലെ വരുന്നവനെ അവർക്കെല്ലാവർക്കും ക്രൂശിന്റെ വഴി തന്നെയാണെന്നല്ലേ. എല്ലാവരും ലോകം അവരെ എന്താ പറയുക, പകച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 15:18-19. ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവീൻ. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരാകാതിരിക്കെ ഞാൻ നിങ്ങളെ ലോകത്തിന് തിരഞ്ഞെടുത്ത ലോകം നിങ്ങളെ പകയ്ക്കുന്നു. കാരണം ലോകവും ലോകത്തിലുള്ളവരൊക്കെ നമ്മെ പകയ്ക്കുന്നതിന് കാരണം നാം ക്രിസ്തുവിന്റെ പിറകെ പോകുന്നത് കൊണ്ടാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 10-ാം വാക്യം, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ കളവും തിന്മയെ പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിപ്പിൻ. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചല്ലോ. കാരണം എല്ലാ പ്രവാചകന്മാരും കഷ്ടതയിലൂടെ, സത്യപ്രവാചകന്മാരെല്ലാവരും കഷ്ടതയിലൂടെ കഴിഞ്ഞു പോയിട്ടുള്ളവര് ആണ്. സ്തോത്രം. നമുക്ക് മത്തായി സുവിശേഷത്തിലും അത് തന്നെ പറയുന്നുണ്ട്. വായിക്കുന്നില്ല, എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. 10-ാം അധ്യായം 22-ാമത്തെ വാക്യം 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകാം. എഴുതിയ മത്തായി സുവിശേഷം 10-ാം അധ്യായം 32, 33 എന്നിട്ട് 35 വരെയുള്ള വാക്യങ്ങൾ. കാരണം ക്രിസ്തുവിന്റെ പുറകെ പോയാൽ എപ്പോഴും കഷ്ടങ്ങൾ ഉണ്ടാകും. പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ഇപ്പോഴും
പരിച്ഛേദനയാണ് പ്രസംഗിക്കുന്നുവെങ്കിൽ എനിക്ക് ഉപദ്രവം നേരിടേണ്ടി വരുമായിരുന്നു, ഉപദ്രവം നേരിടേണ്ടി വരികയില്ലായിരുന്നു. ഇപ്പോഴും ഞാൻ ഉപദ്രവം ഏൽക്കുന്നതിന്റെ കാരണം ഞാൻ സത്യവചനം പ്രസംഗിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് വിശ്വസ്തരെയാണ് അന്വേഷിക്കുന്നത്. ഗൃഹവിചാരന്മേൽ അന്വേഷിക്കുന്നത് അവർ വിശ്വസ്തരായിരിക്കണം എന്ന് തന്നെ. കാരണം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരല്ല, നമ്മള് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വേല ചെയ്യുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. 12-ാമത്തെ വാക്യം, നിങ്ങളെ കലക്കുന്നവൻ അംഗച്ഛേദം നിങ്ങളെ കലഹിപ്പിക്കുന്നവൻ അംഗച്ഛേദം ഏറ്റുകൊണ്ടാൽ കൊള്ളായിരുന്നു എന്ന് പറയുന്നുണ്ട്. പൗലോസ് പറയുകയാണ്, അപ്പം അവര് പരിച്ഛേദന പ്രസംഗിക്കുന്നവരാണ് അല്ലെ, പരിച്ഛേദനക്കാരാണ് അവരെ കലഹിപ്പിക്കുന്നത്. അവരോട് പറയുകയാണ്, നിങ്ങൾ പരിച്ഛേദന മാത്രം പോരാ, നിങ്ങൾക്ക് അങ്ങ് അല്ലെങ്കിൽ ആ അവയവം തന്നെ മുറിച്ചു കളയട്ടെ എന്നാണ് പറയുന്നത്. കാരണം കുറെ പരിച്ഛേദന മാത്രം അതിനേക്കാളും അത്യാവശ്യം അവർക്കായിരിക്കുന്നത് അവര് മുഴുവൻ അംഗം തന്നെ മുറിച്ചു കളയട്ടെ എന്നായിരിക്കും അവിടെ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല്, കാരണം അവര് ശക്തിഹീനരായിരുന്നു, ബലഹീനരായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മളെ ഈ വാക്യങ്ങൾ പൗലോസ് ആലങ്കാരികമായി പറയുകയാണെങ്കിലും നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അവര് ആ ഗലാത്യ സമൂഹത്തിൽ നിന്ന് തന്നെ വിച്ഛേദിക്കപ്പെട്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പൗലോസ് പറയുകയാണ് ചെയ്യുന്നത്. മനുഷ്യരെ അവരെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ അനുവദിക്കുന്നതാണ് കൃപയുടെ സുവിശേഷം എന്ന് പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതല്ല, ക്രിസ്തുവിലേക്ക് വന്നവർ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവരാണ്. ക്രിസ്തീയ ജീവിതം പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല, അത് തിരഞ്ഞെടുക്കുന്ന വ്യക്തി വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പാപത്തെ നാം ക്രിസ്ത്യാനി എന്ന് പേർ പറഞ്ഞിട്ട് നമ്മൾ ആ അശുദ്ധിയിലേക്ക് പോകാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നാം പാപത്തെ വെറുക്കുകയും പാപസ്വഭാവത്തെ കളയുകയും വിശുദ്ധിയെ പിന്തുടരുകയും ചെയ്യുന്ന അവസ്ഥയിൽ ആയിരിക്കണം. ക്രിസ്ത്യാനി അല്ലെങ്കിൽ വിശ്വാസി നമ്മളെ ന്യായപ്രമാണത്തിന് സ്വതന്ത്രരാണെങ്കിലും നാം ക്രിസ്തുവിന്റെ രാജകീയ ന്യായപ്രമാണത്തിന്റെ കീഴിലാണ് ആയിരിക്കുന്നത് അല്ലെ. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിന് ന്യായപ്രമാണം ഇല്ലാത്തവനാകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കും. നമ്മളെ ന്യായപ്രമാണത്തിന്റെ അടിയിൽ നിന്ന് അണ്ടറിൽ നിന്ന് വീണ്ടെടുത്തെങ്കിലും നാം ക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തിന്റെ അണ്ടറിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ തന്നെ നിലനിൽക്കുക. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അതുകൊണ്ട് നാം അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് അല്ലെ. അതിൽ തന്നെ ഉറച്ചു നിൽപ്പീൻ എന്ന് പറയുന്നു. നമുക്ക് 13-ാമത്തെ വാക്യം. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോവുക, കുറേയേറെ വാക്യങ്ങളുണ്ട്, ഒന്നും വായിക്കാതെ പോകാം. കുറെ വായിച്ചു എങ്കിലും വായിക്കാതെ പോകാൻ. 13-ാമത്തെ വാക്യം, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സ്നേഹിപ്പീൻ എന്ന് പറയുന്നു. ഇതുവരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ആ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് വ്യക്തമാക്കി. ഇനി ആ സ്വാതന്ത്ര്യത്തിൽ എങ്ങനെ നിലനിൽക്കണം, എങ്ങനെ ആ സ്വാതന്ത്ര്യത്തിന്റെ പ്രവൃത്തി ചെയ്യാം എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം പൗലോസിന്റെ പല ലേഖനങ്ങളിലും അങ്ങനെയാണ് കാണുന്നത്. എന്താ, നമുക്കറിയാം ലോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളില് ആ ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പ് എങ്ങനെയാണെന്നും ദൈവം നമ്മെ രക്ഷിച്ചത് എങ്ങനെയാണെന്നും അവസാനം 11-ാം അധ്യായത്തിന്റെ അവസാനം പറഞ്ഞ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേന്നൊക്കെ പറഞ്ഞ് ആ എല്ലാ ഉദാഹരണങ്ങളും എല്ലാം പറഞ്ഞതിന് ശേഷം പൗലോസ് അപ്പോസ്തലൻ അതിന്റെ ദൈവം നമ്മെ രക്ഷിച്ചതിന്റെ പ്രവൃത്തി എങ്ങനെ കാണിക്കേണ്ടത് എന്ന് 12-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ 12-ാം അധ്യായം മുതലാണ് പറയുന്നത്. 1-2 വാക്യങ്ങൾ മാത്രം നമുക്കൊന്ന് വായിച്ചു പോകാം. കാരണം 11-ാം അധ്യായം മുതൽ അതിന്റെ ഹിസ്റ്ററിയും അതിന്റെ എല്ലാം പറഞ്ഞ് എങ്ങനെയാ ക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെടുന്നതും ദൈവം നമ്മെ വിളിച്ചത്, വേർതിരിച്ചത്, തെരഞ്ഞെടുപ്പ് എല്ലാം പറഞ്ഞതിന് ശേഷം 12-ാം അധ്യായം, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിപുറത്ത് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നാന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. നിങ്ങളുടെ വിളിയെ നിങ്ങൾ ഓർക്കുക അല്ലെ. നിങ്ങളുടെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് നിങ്ങൾ ഓർക്കുക. നിങ്ങളെ എങ്ങനെയാ ദൈവം വിടുവിച്ചത്, അങ്ങനെയുള്ള വിടുവിച്ചത് എങ്ങനെയെന്ന് പഠിപ്പിച്ചതിന് ശേഷം വിടുവിച്ചത് എങ്ങനെയെന്ന് അവരെല്ലാം അതിന്റെ എല്ലാം അർത്ഥങ്ങളും ഒക്കെ മനസ്സിലാക്കിയ ശേഷം എങ്ങനെ ജീവിക്കണം, ഈ സ്വാതന്ത്ര്യത്തിൽ എങ്ങനെ നിലനിൽക്കണം എന്ന് പറയുകയാണ്. അത് എങ്ങനെ ജീവനുള്ള ആരാധനയായി തീരുവാൻ കഴിയുമെന്ന് 12 മുതലുള്ള അധ്യായങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അതുകൊണ്ട് എവിടെയും പറയുകയാണ് എന്താ പറയാ തിയറിയൊക്കെ പറഞ്ഞതിന് ശേഷം ഇവിടെ പ്രാക്ടിക്കലായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു.
അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പീൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാ വിളിച്ചിരിക്കുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിന്റെ കീഴിലായിരിക്കുകയാണ് നമ്മൾ. പാപത്തിൽ ജീവിക്കാനല്ല ദൈവം നമ്മെ സ്വതന്ത്രരാക്കിയത്. ആ പാപം ചെയ്യുവാനുള്ള ലൈസൻസ് അല്ല ക്രിസ്തുവിന്റെ മുഖത്തിന് കീഴിലൂടെ വരുന്നത്. കാരണം സ്വതന്ത്രമുണ്ട്, പക്ഷെ അല്ല, നാം ആ പാപത്തെ വെറുക്കുകയും പാപ സ്വഭാവത്തെ മുഴുവനായി ഉപേക്ഷിക്കുകയും ആ വിശുദ്ധിയിലും ആയിരിക്കാനാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. അപ്പം പാപം ചെയ്യുന്നതിനുള്ള ആയിരുന്ന ആ സ്വാതന്ത്ര്യം, പാപം ചെയ്യുന്ന അവസ്ഥയും ദൈവം നമ്മെ വിടുവിച്ച് പാപം ചെയ്യാതിരിക്കാതെ നാം ജീവിക്കുന്നതിന് ആണ്. അപ്പൊ അത് ആ പാപം ചെയ്യാതിരിക്കുന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ ആ ഓട്ടക്കളത്തിൽ ഓടി നമുക്ക് തീർക്കുവാനായിട്ട് ഒക്കത്തുള്ളൂ. പിന്നെയും പിന്നെയും പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് ചെയ്യുന്നത്, ക്രിസ്തീയ ജീവിതം സ്വാതന്ത്ര്യത്തിന്റെ ജീവിതമാണ്. എത്ര പ്രാവശ്യം പൗലോസ് പറഞ്ഞു കഴിഞ്ഞാൽ നാം വീണ്ടും മറ്റൊന്നിന് അടിമപ്പെടുവാനല്ല, നാം ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കാനായിട്ടാണ്. അതുകൊണ്ട് നമുക്കറിയാം 5:1 സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്ന് പറയുന്നുണ്ട്. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പം ജഡം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ശരീരത്തെ അല്ല ഉദ്ദേശിക്കുന്നത്, പാപം ചെയ്യാനുള്ള നമ്മളുടെ പ്രവണതയാണ്, നമ്മളുടെ ആ ഒരു താല്പര്യമാണ്, നമ്മളുടെ ഒരു ആഗ്രഹമാണ്, ഫ്ലഷ്. അപ്പം നമുക്ക് ആ വീണുപോയ മനുഷ്യന്റെ സ്വഭാവമാണ് പാപത്തോട് എപ്പോഴും പാപത്തോടുള്ള ആകർഷണ ആ ഒരു താല്പര്യം എന്ന് പറയുന്നത് നമ്മുടെ സിൻഫുൾ നേച്ചറാണ്. അപ്പം പ്രകൃതിയാൽ നാം എല്ലാവരും പാപികളായിരുന്നു. അതിൽ നിന്ന് നമ്മെ രക്ഷിച്ചത് ആ സ്വഭാവത്തിൽ വീണ്ടും ഇരിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ആ സ്വാതന്ത്ര്യം നാം ജഡത്തിന് അവസരമാക്കുക തന്നെ ചെയ്യാതെ മുമ്പോട്ട് പോകുവാനായിട്ട്, സ്വാതന്ത്ര്യത്തിൽ, ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കാൻ വേണ്ടി ആണ്. റോമലേഖനം 7:5 പറയുന്നു, നമുക്കൊന്ന് വായിക്കാം. റോമലേഖനം 7:5, ഞാൻ ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്തെ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കുന്നത് കൊണ്ട് നമ്മുടെ അവയവങ്ങൾ വ്യാപരിച്ചു പോകുന്നു. നമ്മൾക്ക് ഈ പാപത്തിന്റെ ശമ്പളം മരണമാണ്. നാം പാപം ചെയ്യുന്നതിന്റെ അവസാനം നിത്യ മരണത്തിലാക്കാണ് ചെയ്യുന്നത്. അതിനൊന്നും നാം അവസരം ആക്കരുതേ എന്ന് പറയുന്നുണ്ട്. റോമാർ ലേഖനം 8:3, 4, 5 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു. 3, 4, 5 കുറച്ച് വാക്യങ്ങൾ വായിച്ചു പോകാം. ജഡത്തിൻ മോഹനും ദൈവം നമ്മളെ സ്വതന്ത്രരാക്കിയത് ആത്മാവിനെ അനുസരിച്ച് നടക്കാനായിട്ടാണ്. 3, ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാക്ഷിയിലും പാപം നിമിത്തം അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ. നമ്മുടെ പാപത്തിന് തന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. എന്തുകൊണ്ടാ? എന്തിനു വേണ്ടിയിട്ട്? ജഡത്തെ അല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകാൻ തന്നെ. 5 വാക്യം, ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. 8 വാക്യം, ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. 9 വാക്യം, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ ജഡ സ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പൊ നമ്മള് ഇതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമല്ല, നമ്മൾ വായിച്ചാൽ തന്നെ അത് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ജഗത്തിന്റെ മുകളിൽ നിന്നും സ്വതന്ത്രരായി ജീവിക്കുക. ഇവിടെ ഗലാത്യ വിശ്വാസികൾ ജഡത്തിലേക്ക് പോകുന്ന അവസ്ഥയായിരിക്കുകയാണ്. അതിൽ നിന്ന് അവര് ആ ക്രിസ്തുവുള്ള സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കരുത് എന്നാ പറയുന്നത്. അവസരമാക്കുക, ഇംഗ്ലീഷ് പറയുന്ന ഓപ്പർച്യൂണിറ്റി ഫോർ ദ ഫ്ലഷ്, ഒരു മിലിറ്ററി ടേമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മിലിറ്ററി ഓപ്പറേഷൻസിനൊക്കെ ഒരു താവളമുണ്ട് അല്ലെ. അപ്പം ഒരു ശത്രുക്കൾ അല്ലെങ്കിൽ ശത്രു രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി അവസരം കാത്ത് കിടക്കുന്നതിന് വേണ്ടി ആ ഒരു താവളം അവർ ഉപയോഗിക്കുന്നത്. എങ്ങനെ? അതുപോലെ തന്നെ നമ്മളോട് പറയുകയാണ്, ഈ സ്വഭാവങ്ങളൊന്നും പാപത്തിന് അല്ലെങ്കിൽ ജഡത്തിന് താവളമാക്കുവാനായിട്ട് നാം അവസരം ഒരുക്കരുത് എന്ന് പറയുന്നുണ്ട്. നമുക്ക് റോമാലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നല്ലോ. റോമാലേഖനം 7:1 പാപമോ അവസരം ലഭിച്ചിട്ട് എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പൊ നാം എങ്ങനെയായിരിക്കണം? പാപം അവസരം നോക്കിക്കിടക്കുകയാണ്. ഏത് വിധത്തിലും നമ്മെ ചതിക്കാനും നമ്മെ വശീകരിക്കാനായിട്ടും അവസരം നോക്കിക്കിടക്കുകയാണ്. അതുകൊണ്ട് നാം അതിന്റെ മോഹവലയത്തിൽ നാം അകപ്പെടുവാനായിട്ട് ഇടയാക്കരുത്. നാം പൊരുതുക തന്നെ ചെയ്യണം. 2 കൊരിന്ത്യർ ലേഖനം 10 പൗലോസ് പറയുന്നു, തങ്ങൾ ജഡത്തിൽ നടക്കുന്നു എന്ന് നിരൂപിക്കുന്ന ചിലരോടെന്ന് പറയുന്നുണ്ട്. പൗലോസും സഹയാത്രക്കാരും അല്ലെ സഹവേലക്കാരും ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു നടക്കുന്നു എന്ന് പറഞ്ഞവരുണ്ട്. അവരോട് പൗലോസിന്റെ മറുപടി നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതവും.
പറയുന്നു 10:4, 2 Corinthians 10:4, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവയാ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്താൽ പിടിച്ചടക്കി. അപ്പൊ നമ്മളുടെ മനസ്സിൽ ഉയരുന്ന, അല്ലെങ്കിൽ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ജഡം മോഹങ്ങളല്ലേ, മോഹമല്ലേ അത് പ്രവൃത്തിയിൽ ആയിത്തീരുന്നത്. കാരണം മോഹം വരുമ്പോഴേ നാം അതിനെ, ഏത് സങ്കല്പങ്ങളെയും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഏത് ഉയർച്ചയും എന്തിനാലാ പിടിച്ചടക്കണ്ടേ? ക്രിസ്തുവിനോടുള്ള അനുസരണത്താൽ പിടിച്ചടക്കണം. നമ്മെ രക്ഷിച്ച ദൈവത്തോടുള്ള, കർത്താവിനുള്ള അനുസരണത്തെ എന്ന് പറഞ്ഞ കർത്താവ് നമ്മളെ രക്ഷിച്ചു. ഇപ്പോൾ ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിരിക്കണം. സത്യവചനം, നമ്മൾ എങ്ങനെയാണ് ദൈവത്തിന്റെ സത്യത്തിൽ നടക്കേണ്ടത് ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിരിക്കുമ്പോൾ നാം ആ വചനം അനുസരിക്കണം. ആ ക്രിസ്തുവിനുള്ള അനുസരണം എന്ന് പറഞ്ഞാൽ വചനം അനുസരിക്കണം. അനുസരിച്ച് നമ്മളുടെ ഹൃദയത്തിൽ ചിന്തകൾ വരുമ്പോൾ തന്നെ അതിനെ പിടിച്ചടക്കുവാൻ നമുക്ക് കഴിയണം. നമുക്ക് റോമാലേഖനം 6-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 5-ാം അധ്യായം അവസാനവും 6-ാം അധ്യായം, പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. കാരണം ദൈവത്തിന്റെ കൃപ ഒരിക്കലും കുറഞ്ഞു പോവുകയില്ല, അതെപ്പോഴും പെരുകിക്കൊണ്ടേയിരിക്കുക. കൃപ പെരുക്കുവാൻ ശക്തനാണെന്നാ ദൈവം പറഞ്ഞത്. നിങ്ങൾ സകല കൃപയും പെരുകി വരുവാൻ തക്കവണ്ണം അവൻ ശക്തനാണെന്നാ പറയുന്നത്. മനുഷ്യർക്ക് ആ കൃപ കുറവുള്ളത്, ദൈവത്തിന്റെ ഭണ്ഡാരത്തിൽ കൃപയ്ക്ക് ഒട്ടും കുറവില്ല. നാം എത്രത്തോളം കൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അത്രത്തോളം കൃപമേൽ കൃപ നിറയ്ക്കുവാനായിട്ട് ദൈവം ശക്തനാണ്. പൗലോസിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യമാണല്ലോ, എന്നുള്ള ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായിട്ടും ഇല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ നമുക്കും പറയണം, നമ്മളുള്ള ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായിട്ടില്ല. ദൈവത്തിന്റെ മക്കളാകുന്ന നമ്മള് ആ കൃപയിൽ നിൽപ്പാൻ, സത്യത്തിൽ നിൽപ്പാൻ വേണ്ടിയിട്ട് ഏത് പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും അതിനെ, ഏത് മോഹങ്ങളെയും, നമ്മുടെ പ്രശ്നങ്ങൾ മോഹങ്ങളല്ല, മോഹങ്ങളെയും അതിജീവിക്കാൻ തക്കവണ്ണമുള്ള കൃപ ദൈവം നമുക്ക് തരും. നാം പ്രാർത്ഥിക്കണം. നാം മോഹങ്ങളിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമാകുന്ന എന്ത് ഉയർച്ചയും വരുമ്പോൾ, അല്ലെങ്കിൽ സങ്കല്പങ്ങൾ വരുമ്പോൾ, എന്ത് വന്നാലും ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് നിന്റെ കൃപയിൽ നിലനിൽക്കണം. ഈ മോഹങ്ങളെയും മറ്റുള്ള കാര്യങ്ങളെയും ചിന്തകളെയും വിചാരങ്ങളെയും എല്ലാം പിടിച്ചടക്കുവാനുള്ള ദൈവകൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം കൃപ നമ്മൾ പെരുക്കുവാൻ തക്കവണ്ണം ശക്തനാണ്. അപ്പം നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പം അവരോട് പറയുന്നു, സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ അന്യോന്യം സേവിപ്പീൻ എന്ന് പറയുന്നുണ്ട്. കാരണം അവിടെ നമ്മൾ താഴോട്ടുള്ള വാക്കിൽ കാണുന്നു, നമ്മൾ വായിച്ചല്ലേ, അന്യോന്യം തിന്നുകളയും കടിക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അവർ തമ്മിൽ ബഹളവും ശണ്ടയും പ്രശ്നമൊക്കെ ഉണ്ടാകുന്നു. അപ്പൊ അവരോട് പറയാം, നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്, നിങ്ങൾ അന്യോന്യം സേവിപ്പീൻ, വൺ അനദർ ലവ് എന്നാ പറയുന്നത്. അപ്പം ക്രിസ്തുവിന്റെ മാതൃക അതാണ്. ക്രിസ്തുവിന്റെ മാതൃക നമ്മൾ പിന്നെ എഫേസിൽ, ഞാൻ പെട്ടെന്ന് പോകാം, 1-2 വാക്യങ്ങൾ വായിച്ച് നമുക്ക് അവസാനിക്കുക ഈ വാക്യം. എഫേസ്യ ലേഖനം 4:1 ഞാൻ മുമ്പേ പറഞ്ഞതാണ്, നമ്മെ വിളിച്ച 4:1-2 നമ്മെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം നാം നടക്കണം. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കും ഞങ്ങളെ പ്രബോധിക്കും. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിശുദ്ധന് യോഗ്യമാണ്. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും നടക്കി സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. റോമാലേഖനം 14:1-14 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല, എഴുതി വെക്കുന്നവർക്ക് മാത്രം പറയുകയാണ്. നമ്മൾ അന്യോന്യം വിധിക്കരുത്. അവിടെ പറയുന്നത്, നാം അന്യോന്യം വിധിക്കരുത്, സഹോദരനെ ധിക്കരിക്കരുത്, സഹോദരനെ വെറുക്കരുത്, അന്യോന്യം സ്നേഹിക്കുക, ക്രിസ്തുവുള്ള സാന്ദ്ര്യം, പിന്നെ മാതൃക പിന്തുടരാനാണ്. ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചുവോ ആ ബലഹീന സഹോദരൻ നമ്മളുടെ അറിവിനാലോ നമ്മുടെ സ്വാതന്ത്ര്യത്താലോ നശിക്കുവാനായിട്ട് ഇടയായി തീരരുത്. ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിത മരണത്തോളം അനുസരണമായി തീർന്നതുപോലെ നാമും നമ്മുടെ അവസാനം വരെ ക്രിസ്തുവിന്റെ മാതൃക പിന്തുടരേണ്ടതാണ്. നമുക്ക് പിൻപറ്റുവാനായിട്ട് കർത്താവ് നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുകയാണ് ചെയ്യുന്നത്. റോമർ 14:1-14 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ മതി. നമുക്കിവിടെ അവസാനിപ്പിക്കാം. നാമും ക്രിസ്തുവിന്റെ മാതൃക
പിന്തുടരേണ്ടാണ് വേണം. അതുകൊണ്ട് വല്ലപ്പോഴും തെറ്റിപ്പോകാതിരിപ്പാൻ, നമ്മൾ ഒഴുകി പോകാതിരിപ്പാൻ കേട്ടത് അധികം ശ്രദ്ധയോടെ കൈക്കൊള്ളുക ആവശ്യമായിരിക്കും. നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ നമുക്കറിയാം. നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ പിതാക്കന്മാരുടെ അവസ്ഥകളെ നമുക്ക് വചനത്തിൽ പറഞ്ഞു ഉദാഹരണമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾക്ക് കാണാം, നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ അനേകം നല്ലോണം ഓടി തുടങ്ങിയവരാണ് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. വലിയ പ്രസംഗകരൊക്കെ, TV പ്രീച്ചേഴ്സ് ഒക്കെ നല്ലോണം പ്രസംഗിക്കുന്നവരൊക്കെ പലപ്പോഴും കുറച്ചു കാലം കഴിയുമ്പോൾ അറിയാം അവരൊക്കെ പോകുന്നത്. കാരണം അവരിലൊന്നും ശക്തരൊന്നുമല്ല. നമ്മൾ ബലഹീനരാണ്. നമ്മൾ ബലഹീന പാത്രം. ഏത് നിമിഷവും നമുക്ക് ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായിരിക്കുന്നു. എപ്പോഴും മിക്കവാറും ഞാൻ പറയാനുള്ള വാക്യമാണ്, വീഴാതെ വണ്ണം നമ്മെ തന്റെ മഹിമാസനത്തിൽ ആനന്ദത്തോടെ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ ശക്തിയുള്ള ഒരു ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികളല്ല, നമ്മുടെ കഴിവല്ല, നമ്മളുടെ ഒന്നുമല്ല. നാം ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകാൻ നമ്മെ അന്ത്യം വരെയും നിർത്താൻ ദൈവം ശക്തനാണ്. ഈ വാക്കുകൾ നമുക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.